എന്താ മോളെ ഇത്? വന്ന ഉടനെ തന്നെ തിരികെ പോകേണ്ട കാര്യം എന്താ? എന്താന്ന് പറ. എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? എന്താ സംഭവിച്ചെന്ന് പറ മോളെ. ഒന്നുമില്ല വലിച്ച, ഞാൻ പോവാ. എന്താണോ നീ എന്തോ തീരുമാനിച്ച് പോകാനൊരുങ്ങുന്നു? ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുമോളെ. അമ്മേ, അമ്മേ, ഈ മരുന്ന് തേച്ചാലേ പെട്ടെന്ന് മാറിക്കോളൂ കേട്ടോ. ആ, കുറച്ച് ദിവസത്തേക്ക് വെയിലത്തിറങ്ങണ്ട. എന്താ ചേട്ടാ? ചേട്ടാ, ഈ മരുന്ന് കുറച്ച് കയ്പുള്ളതാ. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പനം കൽക്കണ്ട ഇട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ പെട്ടെന്ന് വരാം. അമ്മേ, കട വരെ പോയിട്ട് വരാമേ. ആരാത്? ഞാനാ രാജമ്മ, ഗൗരി. ഗൗരി മോളോ? 2 ദിവസമായിട്ട് ഒട്ടും വയ്യ മോളെ. അതാ. ഇരിക്കും മോളെ, ഇരിക്കെ. സാരമില്ല, ഞാൻ നാട്ടിലേക്ക് പോവാ. അതുകൊണ്ട് ഈ ബുക്ക് കൊടുത്തിട്ട് പോവാന്ന്. മോളെ, ഇത് തരാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം വന്നേ. മോള് വേണമെങ്കിൽ എടുത്തോ, ഞാൻ അവനോട് പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ചിട്ട് തരാത്തത് നിങ്ങൾ ചോദിച്ചിട്ടാണോ തരാൻ പോകുന്നത്? കടയിൽ പോയത് ഇതുവരെ വന്നിട്ടില്ല. കഷായമാണെങ്കിൽ തിളച്ചു മറിയ. രാജമ്മ ഇരുന്നോളൂ, ഞാൻ പോയി എടുത്തിട്ട് അയ്യോ വരാം. വേണ്ട മോളെ, വേണ്ട. സാരമില്ല രാജമ്മ. മോനെ, കഷായം തിളയ്ക്കുന്നു ആ ഗൗരി. ഗൗരി മോളെ, അവനറിയാതെ ചെയ്തു പോയത്. സാരമില്ല രാജമ്മ, അറിയാതെ പറ്റിയതല്ലേ. എന്താ അവൻ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു? ഒരു കള്ള ലക്ഷണമുണ്ട്. എന്തോ സസ്പെൻസാ. നിർത്തടാ, എല്ലാം എനിക്ക് തലവേദനയായിട്ട് മാറുക. നിന്റെ അക്രമങ്ങൾ കാരണം എന്റെ ആയുസ് ഒടുങ്ങുമെന്നാ എനിക്ക് തോന്നുന്നത്. അത് പോട്ടെ, എന്താടാ ഇത്? അരിയാണ് സാർ, അരി. നോക്കട്ടെ സാർ, സത്യമായിട്ട് അരിയാണ്. അരി. അതെയല്ലോ, അരിയാണല്ലോ. അതിരിക്കട്ടെ, എന്തിനാടാ പോക്കറ്റിൽ വെള്ളം ഒഴിച്ചേ? വേറൊന്നുമല്ല സാർ, വെള്ളം ഒഴിക്കാതെ ക്ലാസ്സിൽ കയറി ഇരുന്ന അരി തിന്നുമ്പോ കറുമുറേ എന്ന് ശബ്ദം വരും സാർ. വെള്ളം ഒഴിച്ച് നന്നായി കുതിർത്ത് തിന്നാ ഇത്രേ ഉണ്ടാവുള്ളൂ സാർ. ശബ്ദം ഉണ്ടാവരുതല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നേരെ പോയി അടുപ്പിൽ കയറിയിരിക്കും. അരി വെന്ത് ചോറായി മാറും. ഒട്ടും ശബ്ദം ഉണ്ടാവത്തേ ഇല്ല. തന്നല്ലേ സാർ? പക്ഷെ സാറേ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ വെന്ത് പോകൂലേ? എന്തൊക്കെ അറിയണോടാ? അടിക്കരുത്. ഓടറാ. രാജമ്മേ, കൂലി തന്നില്ലേ? തമ്പുരാട്ടിയോട് കണക്ക് പറഞ്ഞ കാശ് കൊടുത്തോ? എനിക്ക് ഒട്ടും വയ്യ ഭവാനി, ഇവിടെ ഇരിപ്പുണ്ട്. ഉള്ളിൽ വെക്കാൻ എന്താ, കുടുക്കലാണോ കാശ്? തമ്പുരാട്ടി അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. ഭവാനി, നീ പോകുന്ന വഴിയല്ലേ, അവിടെ കയറി പൈസയും കണക്കൊന്ന് കൊടുത്തേക്കോ? അയ്യോടേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അങ്ങോട്ട് പോകാൻ. കാശ് കൊടുത്തിട്ടേ അവരോട് ആര് കണക്ക് പറയുന്നത്? കാശ് നിന്റെ മോന്റെ കൈ കൊടുത്തുവിട്. മോനെ രാജ, ആ അലമാരയില് പൈസ ഇരിപ്പുണ്ട്. അതെടുത്തോണ്ട് വന്ന് ചെന്ന് മുതലാളിക്ക് കൊടുത്തിട്ട് വാ മോനെ. ശരിയമ്മേ.
സർ വെല്ലിച്ചനും വല്യമ്മയും പാടത്തേക്ക് പോയിരിക്ക. അമ്മ പൈസ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ഹോൾഡ് ഓൺ പ്ലീസ്. അല്ല, അന്ന് കടങ്കഥ പറഞ്ഞിട്ട് പോയതിനു ശേഷം കണ്ടിട്ടേ ഇല്ലല്ലോ. വളരെ നാളായി ഇതെന്നെ കണ്ടിട്ട്. വാടോ, ഒരു ഇല്ല ചായ സർ, കുടിച്ചിട്ട് എനിക്ക് സംസാരിക്കാം. വാന്ന് ഇങ്ങോട്ട്. നിന്നോട് കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കണം. അതിനാണ് നിന്നെ വിളിച്ചത്. നീ വാ. അമ്മ പൈസ തന്നു വിട്ടിരുന്നു, അത് തരാൻ വേണ്ടിയാ വന്നത്. ഞാൻ പൊയ്ക്കോട്ടെ സർ. നോ നീഡ് ടു ഗോ ഇമ്മീഡിയറ്റ്ലി. ഇതും നിന്റെ വീട് പോലെ തന്നെയാ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. യു ആർ ഓൾവേസ് വെൽക്കം. വി ആർ ദ ഓൺലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഇൻ ദിസ് വില്ലേജ്. സത്യമായിട്ട് ഈ വില്ലേജിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്നവര്. സോ കിസ് കോമ്പറ്റീഷന് വന്നതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ലെറ്റ് us have കോഫി. കാപ്പി കുടിച്ചിട്ടേ പോകാവൂ. പ്ലീസ് സിറ്റ് ഡൗൺ. കുഴപ്പമില്ല സർ. ഇരിക്കുമോനെ. ഗൗരി മോളെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഓൺലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ദിസ് വില്ലേജ്. പോയി കാപ്പി എടുത്തോണ്ട് വാ. ഇല്ല വേണ്ട സർ. മോനെ, ചില സമയത്ത് വേണ്ട എന്ന് പറയുന്ന വസ്തുക്കൾക്കാണ് മൂല്യം അധികം. ബട്ട് നമുക്കത് വേണം എന്ന് തോന്നുന്ന സമയത്താണ് അതിൻ്റെ യഥാർത്ഥ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് ജ്ഞാനികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഗൗരിമോളെ, പ്ലീസ് ബ്രിങ് ദ കോഫി. നോക്ക്, ഒരു കാര്യം അറിയണോ അനിയന്? ഞങ്ങൾക്കുള്ളത് ഒരേ ഒരു ചെല്ലക്കുട്ടിയാണ്. ഇന്നലെ ചെമ്പകത്തിന്റെ കൂടെ കളിക്കാൻ പോയി കാലുപൊള്ളി മരുന്നും വെച്ച് വന്നേക്കുന്നു. ഡർട്ടി ഗേൾ. സർ, അത് എൻ്റെ വീട്ടില്. നിന്റെ വീട്ടില്? പ്ലീസ്